എംഎച്ച് ബിസിനസ് കൺസൾട്ടൻസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ചരക്കുകളുടെ ഗതാഗതം എങ്ങനെ സുതാര്യവും കാര്യക്ഷമവുമായ രീതിയിൽ നടത്തപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ഇന്നത്തെ ചർച്ചയിൽ നാം ശ്രദ്ധിക്കാനിരിക്കുകയാണ്. ഇക്കാലത്ത് ഇ-വേ ബിൽ എന്ന പുതിയ ഡിജിറ്റൽ രേഖയിലൂടെ ഈ പ്രക്രിയയെ എങ്ങനെ വിപ്ലവീകരിച്ചുവെന്ന് നോക്കാം. ഇ-വേ ബിൽ ചരക്കുകളുടെ ഗതാഗതത്തിനുള്ള തെളിവായി പ്രവർത്തിക്കുന്ന ഒരു ഡിജിറ്റൽ രേഖയാണ്. ഇതിൽ ചരക്കുകളുടെ ഉത്ഭവവും ലക്ഷ്യവും അവയുടെ സ്വഭാവവും ഗതാഗതത്തിനുള്ള വാഹനത്തിന്റെ വിവരങ്ങളും അടങ്ങിയിരിക്കുന്നു. ഈ സംവിധാനം ചരക്കുകളുടെ ഗതാഗതത്തെ ക്രമീകരിക്കാനും നികുതി ചോർച്ചയെ തടയാനും സഹായിക്കുന്നു. ഇ-വേ ബിൽ സൃഷ്ടിക്കാനുള്ള പ്രക്രിയ വളരെ ലളിതമാണ്. ഗതാഗതത്തിൽ ഏർപ്പെടുന്ന ബിസിനസ്സുകൾ ഇ-വേ ബിൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അവർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഇൻവോയിസുകളും ചരക്കുകളുടെ വിവരണങ്ങളും. ഇതിനുശേഷം ഒരു പ്രത്യേക ഇ-വേ ബിൽ നമ്പർ സൃഷ്ടിക്കപ്പെടും. എന്നാൽ ഈ നമ്പർ ഒരു നിശ്ചിത കാലയളവിൽ കാലഹരണപ്പെടും. ഇന്ത്യയിൽ ഇ-വേ ബിൽ സൃഷ്ടിക്കേണ്ടത് ചില നിശ്ചിത മൂല്യ ത്രെഷോൾഡുകൾ അടിസ്ഥാനമാക്കിയുള്ളതാണ്. രാജ്യാന്തര ഇടപാടുകൾക്കായി 50,000 രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മൂല്യമുള്ള ചരക്കുകൾക്കായി ഇ-വേ ബിൽ നിർബന്ധമാണ്. സംസ്ഥാനാന്തര ഇടപാടുകൾക്കായി ഓരോ സംസ്ഥാനവും വ്യത്യസ്ത ത്രെഷോൾഡുകൾ നിശ്ചയിച്ചിരിക്കുന്നു. അതിനാൽ ബന്ധപ്പെട്ട സംസ്ഥാനത്തിന്റെ നിശ്ചയങ്ങൾ പരിശോധിക്കുക എന്നത് പ്രധാനമാണ്. ഇ-വേ ബില്ലുടെ കാലാവധി ചരക്കുകൾ ഗതാഗതം ചെയ്യേണ്ട ദൂരത്തെ അടിസ്ഥാനമാക്കിയാണ്. 200 കിലോമീറ്റർ വരെ ഇ-വേ ബിൽ ഒരു ദിവസം സാധുവാണ്. 200 മുതൽ 500 കിലോമീറ്റർ വരെ 3 ദിവസം, 500 മുതൽ 1000 കിലോമീറ്റർ വരെ 5 ദിവസം, 1000 കിലോമീറ്ററിൽ കൂടുതൽ ഓരോ 1000 കിലോമീറ്ററിന് ഒരു ദിവസം അധികം ചേർക്കുന്നു. ഇ-വേ ബിൽ നിയമങ്ങൾ പാലിക്കാത്തതിന്റെ ഫലങ്ങൾ ഗുരുതരമാണ്. ഇ-വേ ബിൽ ഇല്ലാതെ ചരക്കുകൾ ഗതാഗതം ചെയ്യുന്നത് 10,000 രൂപയുടെ പിഴയ്ക്ക് വിധേയമായേക്കാം, അല്ലെങ്കിൽ കണക്കാക്കിയ നികുതിയുടെ തുകയ്ക്ക് അനുയോജ്യമായ പിഴ. വാഹനങ്ങൾ ഇ-വേ ബിൽ ഇല്ലാതെ കണ്ടെത്തിയാൽ അവ പിടിച്ചെടുക്കപ്പെടും. ഇ-വേ ബിൽ സൃഷ്ടിക്കുന്നതിൽ പിഴവുകളുണ്ടെങ്കിൽ 1000 രൂപയുടെ പിഴയും ഉണ്ടാകും. ഈ പിഴ രജിസ്റ്റർ ചെയ്ത ബിസിനസ്സിന് അല്ലെങ്കിൽ ഗതാഗതക്കാരന് സമർപ്പിക്കേണ്ടതാണ്. ഇ-വേ ബിൽ സംവിധാനം ബിസിനസ്സുകൾക്കും ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾക്കും വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇത് പ്രക്രിയകൾ ലളിതമാക്കി, കയറ്റുമതി കുറച്ചു, വിതരണ ശൃംഖല മാനേജ്മെന്റ് മെച്ചപ്പെടുത്തി. അവസാനമായി ഇ-വേ ബിൽ സംവിധാനം ഇന്ത്യയിലെ ചരക്കുകളുടെ ഗതാഗതത്തെ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമായ രീതിയിൽ നടത്താൻ സഹായിക്കുന്നു. ഇത് നികുതി നിയമങ്ങൾ നടപ്പിലാക്കാനും നികുതി ചോർച്ച തടയാനും സർക്കാർ സഹായിക്കുന്നു. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത ഈ വിഷയങ്ങൾ നാം എങ്ങനെ ഒരു സുതാര്യമായ ചരക്കുകളുടെ ഗതാഗത വ്യവസ്ഥയെ സൃഷ്ടിക്കാം എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നൽകും. ഇ-വേ ബിൽ വഴി നാം ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അത് നമ്മുടെ ബിസിനസ്സുകളും സമൂഹവും മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇതുപോലുള്ള വീഡിയോസിന് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. എംഎച്ച് ബിസിനസ് കൺസൾട്ടൻസി, യുവർ പെർഫെക്റ്റ് ഓൺലൈൻ ടാക്സ് കൺസൾട്ടന്റ്.